പിന്നെ കഴിച്ച് നമ്മളൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. LGയുടെ ആണ്, QHD മോണിറ്റർ ആണ് കേട്ടോ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ്, നമ്മളൊരു നല്ലൊരു ട്രേഡർ ആകണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ കുറഞ്ഞത് ഒരു 3 അല്ലെങ്കിൽ 4-5 വർഷം എങ്കിലും എടുക്കണമെന്ന്. സത്യം പറഞ്ഞ പല കാര്യങ്ങളും എന്റെ കുറെ സങ്കടങ്ങളും അതുപോലെ തന്നെ എന്റെ കുറെ ടെൻഷനും മാറി. പിന്നെ കഴിച്ച് നമ്മുടെ ടൂളിനെ നമ്മളെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെല്ലാം അപ്പൊ ഗൈസ് ഇന്നും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു ട്രേഡിംഗിൽ. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് നമ്മുടെ ടൂൾ അടിപൊളി ഒരു എൻട്രിയാണ് ക്രിപ്റ്റോയിൽ കാണിച്ചു തന്നത്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഞാൻ എൻട്രി എടുത്ത് ആൻഡ് ഗസ് വാട്ട് $200 മുകളിലാണ് ഗൈസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ ഗൈസ് രാവിലെ 9:15 കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി. അപ്പൊ ബാങ്ക് നിഫ്റ്റിക്കകത്ത് കറക്റ്റ് ആയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു എൻട്രി നമ്മുടെ ടൂൾ കാണിച്ചു തന്നു. ദാറ്റ് ഈസ് MTL വന്നപ്പോൾ ഞാൻ നേരെ നൈസായിട്ട് ഒരു എൻട്രി എടുത്ത് ഗൈസ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി കേട്ടാ. എന്ന് പറയുമ്പോൾ 16,000 സംതിങ് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ്, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ്. 16,465 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല, കാരണം MTL ലൈനിൽ പിന്നെ നല്ലൊരു എൻട്രി വന്നില്ലെന്നേ. നമ്മുടെ ടൂൾ വെച്ചിട്ട് MTL ലൈനിൽ വരുന്ന എൻട്രീസ് മാത്രമേ ഞാൻ പിക്ക് ചെയ്യാറുള്ളൂ, കാരണം ഒരു 10 എണ്ണത്തിൽ ഒരു 8 എണ്ണം ഷുവർ ആയിരിക്കും. അങ്ങനത്തെ ഒരു എൻട്രി പോയിന്റ് ആണ്. ദാറ്റ് ഈസ് മെയിൻ ട്രെൻഡ് ലൈൻസിന്റെ നടുക്ക് വരുന്ന ക്യാൻഡിലാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആ ഒരു എൻട്രി എടുക്കുന്നത്. അത് നിങ്ങൾ ടൂൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പിന്നെ രാവിലത്തെ ഞാൻ പറഞ്ഞില്ല $200+ വന്ന ട്രേഡ് റണ്ണിങ് ആയിരുന്നു. അപ്പൊ അതും ഇതും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെന്ന്, അതുകൊണ്ട് തന്നെ അതൊരു കോസ്റ്റിൽ ഇറക്കേണ്ടി വന്നു. അത്രയും പോയെങ്കിലും നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഗൈസ് അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, വേറെ ഒന്നല്ല. $220 നമ്മുടെ ക്രിപ്റ്റോയിൽ വന്നപ്പോ ഞാൻ അവിടെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന്, അതുകൊണ്ടാണ് കോസ്റ്റ് അറൗണ്ട് എനിക്ക് ഇറക്കേണ്ടി വന്നത്. ഇപ്പൊ എന്തായാലും അടുത്ത ട്രേഡ് റണ്ണിങ്ങിലാണ്. അപ്പൊ അതിന്റെ കൺസോളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ഗൈസ് ഐ ആം എക്സ്ട്രീംലി ഹാപ്പി നൗ ഡേയ്സ്. കാരണം വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും ക്രിപ്റ്റോയിൽ ഞാൻ ആദ്യമായിട്ട് ഇന്നലെയാണ് നമ്മൾ ക്രിപ്റ്റോയിൽ ഇറങ്ങിയത്. ഇന്നലെ പ്രോഫിറ്റ്, ഇന്ന് രാവിലെ നല്ല പ്രോഫിറ്റ്. $200 മുകളിൽ ഗൈസ് ക്രിപ്റ്റോയിൽ നമ്മൾ ദാറ്റ് ഈസ് രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് കിട്ടുന്നത്. അത് എൻ്റെ കഴിവ് മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, നമ്മുടെ ടൂള് കാണിക്കുന്ന എൻട്രി ഒക്കെ വെച്ച് എടുക്കണോണ്ട് മാത്രമാണ് എനിക്ക് പറ്റുന്നത്. അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇത് മാർക്കറ്റ് പഠിച്ച് ചെയ്യണ ഒരാളൊന്നുമല്ല ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പല ആൾക്കാരും നമ്മളെ കുറ്റം പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു ഇൻഡിക്കേറ്ററോ ടൂളോ ഉണ്ടോ നീ ഒരിക്കലും പ്രോഫിറ്റബിൾ ആകത്തില്ലെന്ന്. പക്ഷേ ഗൈസ് ഞാൻ ലൈവ് പ്രൂഫാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും വന്നിട്ട് ഞാൻ കാണിക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിക്കോട്ടെ, എൻ്റെ ടെലഗ്രാം ചാനൽ ആയിക്കോട്ടെ, ഈ ഒരു യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, എൻ്റെ എല്ലാ ദിവസത്തെയും ട്രേഡിങ്ങും അതിൻ്റെ ജേണിയാണ് ഞാൻ ഈ ചാനലിനകത്ത് കാണിക്കുന്നത്. എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട്, ലോസും വരാറുണ്ട്. പക്ഷെ ലോസ് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇന്നലെ തന്നെ നമുക്ക് 1000 സംതിങ് രൂപയാണ് ലോസ് വന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പ്രോഫിറ്റ് കിട്ടിയ എത്ര? 16,000 സംതിങ് രൂപ. അപ്പൊ ഗൈസ് നമ്മൾ എങ്ങനെയാണ് ലോസും കാര്യങ്ങളും ദാറ്റ് ഈസ് റിസ്ക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ന് കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ ഗൈസ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ്, നമ്മളൊരു നല്ലൊരു ട്രേഡർ ആകണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ കുറഞ്ഞത് ഒരു 3 അല്ലെങ്കിൽ 4-5 വർഷം എങ്കിലും എടുക്കണമെന്ന്. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് പല മെന്റേഴ്സും അതുപോലെ തന്നെ കോഴ്സ് സെല്ലേഴ്സും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. പണ്ടത്തെ പോലെയാണെന്ന് ഇപ്പൊ. പണ്ടെന്ന് പറഞ്ഞാൽ ഓരോരോ ഇൻഫർമേഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യണം, ചിലപ്പോൾ ബുക്ക് വായിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ ഇപ്പൊ അങ്ങനെയാണെന്ന് എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗൈസ് പണ്ടെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഒരു ചൂതാട്ടം അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് ആണെന്നാണ് ആൾക്കാർ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അതൊരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു. അതിപ്പോ മാറി, ഇപ്പൊ മനസ്സിലായില്ലേ ഇത് ലീഗലി ഉള്ളൊരു സംഭവമാണ്, ഗവൺമെന്റ് അണ്ടറിലുള്ള സംഭവമാണ്. ഇപ്പോഴും കുറെ ആൾക്കാർ ഇതൊരു ഗാംബ്ലിംഗ് ആണ്, ബെറ്റിംഗ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരോടൊക്കെ ഉണരാനേ ഞാൻ പറയത്തുള്ളൂ. ഒരു ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് മിനിമം 3-5 വർഷം വേണമെന്ന് പറയുന്നവരോട് എനിക്ക് ഇത്ര പറയുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ഒന്ന് സത്യസന്ധമായിട്ട് ഒന്ന് ചോദിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് മാത്രം ഉറച്ചു നിന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ കൺസിസ്റ്റന്റ് ആയിട്ട്? നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതിയെന്നേ. നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രാറ്റജി പിടിക്കും, അത് കഴിഞ്ഞ് അടുത്തത് പിടിക്കും. ഇങ്ങനെ ഓരോന്ന് മാറി പിടിക്കുമ്പോഴേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആകത്തില്ല. പിന്നെ നമുക്ക് നോളജ് നല്ലതാണ്, അന്നും പറഞ്ഞ് ഓവർ നോളജ് ഒരിക്കലും ആവശ്യമില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീറോ സം ഗെയിമാണ്. ഇവിടെ പ്രോബബിലിറ്റി ആണ് ശരിക്കും ചാൻസ് ഉള്ളത്. അവസാനം നിങ്ങൾ ഇതിലോട്ട് ഞാൻ പറയുന്ന കൺസെപ്റ്റിലോട്ട് തന്നെ വരുമെന്ന്. വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു സാധനത്തിൽ ഫോക്കസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. അതിപ്പോ ട്രേഡിംഗിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ഒരു ജോലിയിലായിക്കോട്ടെ, വർക്കൗട്ടിലായിക്കോട്ടെ, എക്സസൈസിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിൽ നിങ്ങൾ ചൂസ് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഗൈസ്. അല്ലാണ്ട് ഇന്ന് ഇത് പഠിച്ച് നാളെ വേറെ പഠിച്ച് മറ്റന്നാളെ വേറെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എങ്ങും എത്താൻ പോകില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഗൈസ് ഈ 4-5 വർഷം
എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അപ്പൊ അതിന് വിന്നിംഗ് സ്ട്രീക്ക് ഉണ്ടാവും, ലൂസിംഗ് സ്ട്രീക്ക് ഉണ്ടാവും. 10 ഒരു 8 വിന്നിംഗ് സ്ട്രീക്ക് ആണെന്ന് ഓർത്ത്, 2 ലൂസിംഗ് സ്ട്രീക്ക് ആണെന്ന് ഓർത്ത്. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോഴേ ഓക്കെ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് മനസ്സിലാകത്തുള്ളൂ. മറിച്ച് പല കൺസെപ്റ്റ് ചാടിക്കുന്ന ഒരാൾ വന്നേച്ചു ആ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ, ടൂൾ ആയിക്കോട്ടെ, ഒരു കൺസെപ്റ്റ് ആയിക്കോട്ടെ, ഒരു സ്ട്രാറ്റജി ആയിക്കോട്ടെ, അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു ലോ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഒരു ഡേ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആയിരിക്കും ആ പുള്ളി അന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു പ്രോഫിറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞു ഇത് എൻ്റർലി റോങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? അതവിടെ പുള്ളിക്കാരൻ്റെ റോങ് ആണ്. കാരണം കൺസിസ്റ്റന്റ് ആകാത്തതുകൊണ്ടാണ് ആ ഒരു വിഷയം വരുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നാലേ അതിന്റെ റോങ്ങും അതിന്റെ റൈറ്റും മനസ്സിലാകത്തുള്ളൂ. ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ എന്റെ ടൂളിന്റെ കാര്യം വെച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 10 ട്രേഡ് എടുക്കുവാണെങ്കിൽ ഒരു 8 ട്രേഡും നമ്മുടെ പ്രോഫിറ്റബിൾ ആയിരിക്കും, 2 ട്രേഡ് ആയിരിക്കും ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ലോസ് വരുന്നത്. അപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ഓക്കെ എന്റെ ടൂള് 10 8 എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നെന്ന്. പക്ഷെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പല കൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒന്നിച്ച് ചാടി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു ലൂസിംഗ് സ്ട്രീക്കിലായിരിക്കും പുള്ളി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 ലോസ് വരും എന്ന് പറഞ്ഞില്ല, അവിടെ ആയിരിക്കും ചിലപ്പോൾ ലൂസ് ചെയ്യണം. അപ്പൊ പുള്ളിക്ക് ഈ സാധനം മനസ്സിലാകത്തില്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് പുള്ളിക്കാരൻ ഈ ഒരു ടൂള് ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരു 10 ട്രേഡ് എടുത്തു കഴിയുമ്പോൾ പുള്ളിക്ക് ഇതിന്റെ ഒരു നാക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ നിങ്ങളോട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ വാങ്ങണമെന്ന് ഞാൻ ആരും നിർബന്ധിക്കത്തില്ല. വേണ്ടവർ മാത്രം വാങ്ങിയാൽ മതി. പക്ഷെ ഞാൻ നിർബന്ധിക്കത്തില്ല. എനിക്ക് എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ടൂൾ അടിപൊളി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, അത് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഫോളോ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഗൈസ് 4-5 വർഷമൊന്നും ഒരിക്കലും നിങ്ങളിങ്ങനെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നല്ലപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നമ്മുടെ ടൂളിനെ ബ്ലൈൻഡ്ലി ഞാൻ വിശ്വസിച്ച് ഞാനത് ചെയ്യുവാണ്. എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല പ്രോഫിറ്റ്. എന്റെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങൾക്കും നമ്മുടെ ടൂൾ കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും എന്റെ കുറെ സങ്കടങ്ങളും അതുപോലെ തന്നെ എന്റെ കുറെ ടെൻഷനും മാറി. ഓൾ താങ്ക്സ് ടു അവർ ടൂൾ ആൻഡ് ട്രേഡിംഗ്. പിന്നെ ഗൈസ് നമ്മുടെ ടൂളിനെ നമ്മളെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെല്ലാം അവരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആയിരിക്കും. അവരുടെ കോഴ്സിനൊക്കെ ആണെങ്കിൽ 10-40,000 രൂപയൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അവർക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ തരുന്നതാണ്. ഓക്കെ, ആദ്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഫേക്ക് ആണെന്നാ, പിന്നെ സ്കാം ആണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളും ലൈവ് ട്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം കാണിച്ചപ്പോൾ ഇപ്പൊ അവർ പറയണത് എങ്ങനെയാണെന്ന് അറിയാവാ, ലോങ് റൺ ഇത് വർക്ക് ചെയ്തില്ലെന്ന്. ഇനി കുറച്ച് ആളുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് പറയും ഇത് വർക്ക് ആവുന്നുണ്ടെന്ന്. അതാ പറഞ്ഞ ഗ്രോ അപ്പ് ഗൈസ്. കാലം മാറുക, നമ്മളും മാറണം, അതേ ഞാൻ പറയുന്നുള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് നമ്മളൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. LGയുടെ ആണ്, QHD മോണിറ്റർ ആണ് കേട്ടോ. ഇത് നാളെ തൊട്ട് നമുക്ക് ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് നേരെ വെക്കാം ചരിച്ചും വെക്കാം, അങ്ങനത്തെ സ്ക്രീനാണ് കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ക്രിപ്റ്റോയിലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷനിലും ചെയ്യുന്നുണ്ട്. അപ്പൊ 2-3 സ്ക്രീനൊക്കെ എന്തായാലും വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആകും ഗൈസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ. പതിയെ ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമെങ്കിൽ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എന്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേണ്ടവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തേക്ക്. കാരണം ഞാൻ അതിനകത്ത് രാവിലെ എടുക്കുന്ന ട്രേഡും അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സും എൻ്റെ സ്ട്രാറ്റജീസും പല കാര്യങ്ങളും അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇപ്പോൾ പിന്നെ ഞാൻ ക്രിപ്റ്റോയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻട്രി ഒക്കെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ബൈ.